ലീഗൽ പ്രിസത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ആധാർ കാർഡ് കൊണ്ടുവാ എന്നാണ് പറയാറ്. ഈ ആധാർ കാർഡിന് ഇതിനുള്ള നിയമസാധുത ഉണ്ടോ? ചോദ്യം സുപ്രീം കോടതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ കോസ് ലിസ്റ്റിൽ കണ്ട ഒരു കേസാണ് ഇത്. ഭരണഘടനയിലെ അനുച്ഛേദം 32 പ്രകാരം ഫയൽ ചെയ്തിട്ടുള്ള ഒരു സാധാരണ റിട്ട് പെറ്റീഷൻ. അതിലെ എതിർകക്ഷികൾ മൊത്തം 38 പേരാണ്. നോക്കൂ, യൂണിയൻ ഓഫ് ഇന്ത്യ, എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും, കേന്ദ്രഭരണ പ്രദേശങ്ങളും, നമ്മുടെ കേരളവും ഉണ്ട് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, കൂടാതെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിങ്ങനെ 38 എതിർകക്ഷികൾ. കേസ് കൊടുത്തിരിക്കുന്നത് ആരാണെന്നല്ലേ? അത് പറയുന്നതിന് മുൻപ് കേസിലേക്ക് ഒന്ന് എത്തി നോക്കാം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മെയ്ഡ് ഈസി. നമ്മുടെ നാട്ടിൽ എന്തിനും ഏതിനും ആധാർ കാർഡാണല്ലോ അടിസ്ഥാന രേഖയായി ഉപയോഗിക്കുന്നത്. അത് ശരിയോ? ആധാർ അങ്ങനെ അങ്ങ് ഉപയോഗിക്കാമോ? ആധാർ കാർഡ് ഉപയോഗിച്ച് വോട്ടേഴ്സ് കാർഡ് എടുക്കാമോ? വസ്തുവിൻ്റെ ആധാരം എഴുതാമോ? ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാമോ? ആധാർ കാർഡ് ഉപയോഗിച്ച് പാസ്പോർട്ട് എടുക്കാമോ? ജനന സർട്ടിഫിക്കറ്റ് വേണ്ടിടത്ത് ആധാർ കാർഡ് നൽകാമോ? ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യുന്നത് എന്തിനാണ്? ആധാർ ഉപയോഗിച്ച് സ്കൂൾ പ്രവേശനം നൽകുന്നത് ശരിയോ? സ്വത്ത് ഇടപാടുകൾ, വസ്തു ഇടപാടുകൾ, വാടക കരാറുകൾ, രോഗചികിത്സ ഒക്കെ ആധാർ കാർഡ് വെച്ച് ചെയ്യുന്നു. ഇതിന് മാത്രം ആധാറിന് എന്ത് ആധികാരികതയാണ് നിയമത്തിലുള്ളത്? ആധാർ കാർഡ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് ഇത്. വിദേശ പൗരന്മാർ ഉൾപ്പെടെ എല്ലാ താമസക്കാർക്കും ആധാർ നിയമപ്രകാരം നമ്മുടെ നാട്ടിൽ ആധാർ കാർഡ് ലഭിക്കാൻ അർഹതയുണ്ട്. 182 ദിവസം ഇവിടെ താമസിച്ചാൽ മാത്രം മതി. ശ്രദ്ധിക്കുക, 182 ദിവസം. ആധാർ കാർഡ് പൗരന്മാർക്ക് മാത്രമല്ല വിദേശികൾക്കും എടുക്കാൻ കഴിയുമെന്നാണ് നിയമത്തിൽ പറയുന്നത്. റെസിഡന്റ് ആയിരുന്നാൽ മതി. ഇന്ത്യക്കാരല്ലാത്തവർക്ക് ആധാർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സർവീസുകളിലേക്കും വോട്ടേഴ്സ് ലിസ്റ്റ് പോലുള്ള തന്ത്രപ്രധാനമായ ഡേറ്റകളിലേക്കും ഒക്കെ ഈസിയായി കയറിപ്പറ്റാൻ കഴിയും. അതാണ് ഈ റിട്ട് പെറ്റീഷനിലെ വാദം. ഇങ്ങനെ പോയാൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇന്ത്യ വിദേശികളുടെ കൈപ്പിടിയിലാകുമെന്നാണ് റിട്ട് പെറ്റീഷണർമാർ വാദിക്കുന്നത്. ആധാർ ഉപയോഗിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് പോലും കഴിയും. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായ പദ്ധതികളെല്ലാം ആധാർ കാർഡ് ഉപയോഗിച്ച് അടിച്ചെടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ വംശജരായ പൗരന്മാർക്ക് സർക്കാരിൻ്റെ സഹായ പദ്ധതികൾ നിഷേധിക്കപ്പെടും എന്നതാണ് ഹർജിയിലെ വാദം. ആധാർ കാർഡ് ഒരു തിരിച്ചറിയൽ രേഖ എന്നതിലുപരിയായി അത് മറ്റൊരാവശ്യത്തിനും ഉപയോഗിച്ചുകൂടാ എന്നാണ് ഹർജിക്കാർ ഇവിടെ വാദിക്കുന്നത്. ഇതിനു വിരുദ്ധമായി പൗരത്വം, താമസസ്ഥലം, വിലാസം, ജനനതീയതി എന്നിവയുടെ തെളിവായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കാനാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അവസരം മുതലെടുത്ത് ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും പൊടിപൊടിക്കുകയാണ് എന്ന് ഹർജിയിൽ പറയുന്നു. ഇത് തടയുന്നതിന് പൗരത്വം, താമസസ്ഥലം, വിലാസം, ജനനതീയതി എന്നിവയുടെ തെളിവായി ആധാർ ഉപയോഗിക്കുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ഇത് ഉറപ്പാക്കാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിർദ്ദേശിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഇതൊരു പൊതു താൽപ്പര്യ ഹർജിയാണ്. ഹർജിയിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടിട്ടാകണം സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിഷയം കേട്ടത്. നുഴഞ്ഞുകയറ്റം ഇന്ത്യയുടെ പരിമിതമായ വിഭവങ്ങളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും യഥാർത്ഥ പൗരന്മാർക്ക് ഭക്ഷണം, വെള്ളം, ഉപജീവന മാർഗം എന്നിവ നിഷേധിക്കുന്നതിലേക്ക് നയിക്കുന്നുവെന്നും ഹർജിയിൽ ഊന്നി പറയുന്നു. ഇത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 39ന്റെ ലംഘനമാണ്. പൗരന്മാർക്ക് മാത്രമായി സർക്കാർ നൽകേണ്ട പ്രിവിലേജ് നഷ്ടപ്പെടുന്നു. ഭരണക്കാരുടെ അഴിമതി അനധികൃത കുടിയേറ്റക്കാർക്ക് കുറഞ്ഞ ചെലവിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ വാങ്ങാൻ സഹായകമാണ് എന്ന് പറയുന്നു. ഇത് രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ ഭൂമികൾ നിയമവിരുദ്ധമായി വിദേശികൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും കൈവശപ്പെടുത്താൻ സഹായകമാണ്. ആർട്ടിക്കിൾ 29 പ്രകാരം പ്രാദേശിക ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന സാംസ്കാരിക അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനും ഭരണക്കാർക്ക് അവസരം ലഭിക്കുന്നു. അതിഥികളെന്നാണ് പൊതുവെ ഇവരെ അറിയപ്പെടുന്നത്. 2016 ആധാർ നിയമത്തിലെ സെക്ഷൻ 9 ആധാർ വെറും തിരിച്ചറിയൽ രേഖയാണെന്നും പൗരത്വം, താമസസ്ഥലം, അതുപോലെ ജനനതീയതി എന്നിവയുടെ തെളിവല്ലെന്നും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആധാർ കാർഡ് രാജ്യത്തുടനീളം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഹർജിക്കാർ വാദിക്കുന്നു.
ആധാർ പ്രായത്തിന്റെ തെളിവല്ലെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ വിധിച്ചിട്ടുണ്ട്. ആധാർ പൗരത്വത്തിന്റെയോ വിലാസത്തിന്റെയോ ജനന തീയതിയുടെയോ തെളിവല്ല. വിദേശികൾ ഉൾപ്പെടെ എല്ലാ താമസക്കാർക്കും 182 ദിവസം മാത്രം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം അപേക്ഷിച്ചാൽ ആധാർ ലഭിക്കാൻ അർഹത കൈവരും. ഒരു വാടക കരാറും മുനിസിപ്പൽ കൗൺസിലറുടെയോ പഞ്ചായത്ത് മെമ്പറുടെയോ ഒരു കത്തുമുണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പൊതുസേവന കേന്ദ്രങ്ങളിൽ നിന്നും ഈസിയായി ആധാർ ലഭിക്കും. ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒരു മൊബൈൽ സിം കാർഡ് കൂടി എടുത്താൽ എല്ലാം ശുഭം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ പ്രവേശനം, സ്വത്ത് വാങ്ങൽ, ജനന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ നേടുന്നതിന് പ്രായം, പൗരത്വം കൂടാതെ ജനന തീയതിയുടെയും താമസ സ്ഥലത്തിൻ്റെയും തെളിവായി എല്ലാ സർക്കാർ ഏജൻസികളും ഈ ആധാർ സ്വീകരിക്കുന്നു. ആധാർ നമ്പരും മൊബൈൽ നമ്പരും ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഏത് പോർട്ടലിലേക്കും പ്രവേശനം അനുവദിക്കും. പുതിയ വോട്ടർ രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോമിൽ, അതായത് ഫോറം 6-ൽ ആധാർ തെളിവായി ഉപയോഗിക്കുന്നു. ഇതാണ് ഹർജിയിലെ ഒരു പ്രധാന വാദം. ദുർബലവും എളുപ്പത്തിൽ കൃത്രിമം കാണിക്കാവുന്നതുമായ പരിശോധനാ പ്രക്രിയകൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും രഹസ്യമായി ആധാർ കാർഡുകൾ വാങ്ങാൻ സഹായിക്കുന്നുവെന്നും ഹർജിക്കാരൻ പ്രിലിമിനറിയിൽ വാദിച്ചു. ജനന സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡുകൾ, ഡ്രൈവിംഗ് ലൈസൻസുകൾ, വോട്ടർ ഐഡന്റിറ്റി കാർഡുകൾ തുടങ്ങിയ മറ്റ് നിയമപരമായ തെളിവുകൾ നേടുന്നതിന് പിന്നീട് അത്തരം ആധാർ കാർഡ് ഒരു അടിസ്ഥാന രേഖയായി ഉപയോഗിച്ചു വരുന്നുവെന്നും അതുവഴി പ്രാദേശിക ജനസംഖ്യാ കണക്കുകളിൽ മാറ്റം വരുത്തുകയും പൗരന്മാർക്ക് മാത്രമായി നടത്തുന്ന സർക്കാർ ക്ഷേമ പദ്ധതികൾ നിയമവിരുദ്ധമായി ഇന്ത്യക്കാരല്ലാത്തവർ നേടുകയും ചെയ്യുന്നുവെന്ന് ഹർജിക്കാരൻ വാദിച്ചു. പുതിയ വോട്ടർ രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോമിൽ ജനന തീയതിയുടെയും താമസ സ്ഥലത്തിൻ്റെയും സാധുവായ തെളിവായി ആധാർ ഉപയോഗിക്കുന്നതിനെ ഹർജിക്കാരൻ പ്രത്യേകിച്ച് ഹർജിയിൽ ചലഞ്ച് ചെയ്യുകയാണ്. അത്തരം ഉൾപ്പെടുത്തൽ 1950-ലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 23 സബ് ക്ലോസ് 4 നോട്ടിഫിക്കേഷനുകൾ, കോടതി ഉത്തരവുകൾ എന്നിവയ്ക്ക് വിരുദ്ധമാണെന്നും അതുവഴി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 19, 21, 29 എന്നിവ ലംഘിക്കുന്നുണ്ട് എന്നും ഹർജിക്കാർ വാദിച്ചു. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, റോഹിംഗ്യ, ബംഗ്ലാദേശി, കുക്കി നുഴഞ്ഞുകയറ്റക്കാർ, അനധികൃത കുടിയേറ്റക്കാർ എന്നിവർ ഇന്ത്യയുടെ ഭരണതലങ്ങളിൽ പിടിമുറുക്കുമെന്ന ആശങ്കയാണ് ഹർജിക്കാർ പങ്കുവയ്ക്കുന്നത്. രാജ്യത്തിന്റെ രാഷ്ട്രീയവും നയപരവുമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർ മാത്രമാണെന്ന് ഉറപ്പിക്കേണ്ടത് എതിർകക്ഷികളുടെ കടമയാണ്. അത് ഉറപ്പുവരുത്താൻ കോടതി പ്രതികളോട് നിർദ്ദേശിക്കണമെന്നതാണ് ഹർജി സംഗതി. അനധികൃത കുടിയേറ്റക്കാരുടെ അനിയന്ത്രിതമായ ഒഴുക്കും അവരെ കണ്ടെത്തുന്നതിനും തടങ്കലിൽ വയ്ക്കുന്നതിനും നാട് കടത്തുന്നതിനുമുള്ള സർക്കാരിന്റെ അലംഭാവവുമാണ് ഇതിന് അടിസ്ഥാനമായി ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനു പിന്നിൽ ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനം കൂടാതെ BNS സെക്ഷൻ 113, 147, 152, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾ, സെക്ഷൻ 111 സംഘടിത കുറ്റകൃത്യം എന്നിവയുണ്ടെന്നും ഹർജിക്കാർ പറയുന്നു. കുടിയേറ്റത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ നടത്തിയ ചരിത്രപരമായ പ്രസ്താവനകൾ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 1997-ൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ 10 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് എന്ന് പ്രസ്താവിച്ചിരുന്നു. 2004-ൽ 1.2 കോടിയിലധികവും 2016-ൽ 2 കോടിയിലധികവും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് ആഭ്യന്തര സഹമന്ത്രിമാർ പറഞ്ഞത്. സെൻസസ് ഡേറ്റ ഇത് സ്ഥിരീകരിക്കുന്നു. തുടർച്ചയായ കുടിയേറ്റം ജനസംഖ്യാ ഘടനയെ മാറ്റിമറിച്ചുവെന്നും ഇന്ത്യക്കാരുടെ എണ്ണം തീരെ കുറവാണെന്നും 1998-ൽ അസം ഗവർണർ കേന്ദ്രത്തിന് നൽകിയ സമഗ്രമായ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇന്ത്യൻ വംശജരുടെ ഈ ന്യൂനപക്ഷ സ്ഥിതി ആഭ്യന്തര കലാപത്തിന് ആക്കം കൂട്ടിയെന്നും എടുത്തു കാണിച്ചു. അതുപോലെ 2000-ലെ ഇന്ത്യൻ നിയമ കമ്മീഷൻ 175-ാമത് റിപ്പോർട്ടിൽ ബംഗ്ലാദേശിൽ നിന്നും മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം ദേശീയ സുരക്ഷയ്ക്കും ജനാധിപത്യത്തിനും തന്ത്രപ്രധാനമായ അതിർത്തി പ്രദേശങ്ങൾക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഭരണഘടനാ വിരുദ്ധമായ നടപടികളെ സംസ്ഥാന സർക്കാരുകൾ പിന്തുണയ്ക്കുകയാണ്. ജനകീയ നടപടികളെന്നാണ് സംസ്ഥാന സർക്കാരുകൾ ഇതിന് പറയുന്നത്. ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ശ്രീ അശ്വനി കുമാർ ഉപാധ്യായയാണ്. അദ്ദേഹം പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങൾ പഠിച്ച് പോരാട്ടം നടത്തുന്ന ഒരു സോഷ്യൽ വർക്കറാണ്. ശ്രീ അശ്വനി കുമാർ 50-ലധികം പൊതു താൽപര്യ ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ലാഭകരമായ ഒരു ബിസിനസ് സ്വന്തമായി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുകയാണ്. അതുവഴി എത്ര പണം വേണമെങ്കിലും സമാഹരിക്കാം. പൊളിറ്റിക്കൽ പാർട്ടികൾ 2000 രൂപയിലധികം സംഭാവന സ്വീകരിക്കുന്നത് തെറ്റാണെന്നും
അത് ഇലക്ഷൻ കമ്മീഷൻ മുഖേന തടയണമെന്നും ശ്രീ അശ്വിനികുമാർ നേരത്തെ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊണ്ടുവന്നിരുന്നു. ആ ഹർജിയിൽ ശ്രീ അശ്വിനികുമാറിനെ സുപ്രീം കോടതി ശാസിച്ചിരുന്നു. അതുപോലെ ഈ കേസും ശാസനയിൽ അവസാനിക്കുമോ? കണ്ടറിയാം. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡീസ്.